മെറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 എപ്പിസോഡുകളായിട്ട് ഉപവാസത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും നമ്മൾ ഉപവാസത്തെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ യെശയ്യാവ് 58:6 നിന്ന് അന്യായ ബന്ധനങ്ങളെ അഴിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചു. നിങ്ങളത് ശ്രദ്ധിച്ചു കാണും എന്ന് വിചാരിക്കുന്നു. ബന്ധനങ്ങളെ നമ്മൾ അഴിക്കാനായിട്ട് നമ്മൾ പഠിക്കുക. സ്വയമായിട്ടാണ് അഴിക്കേണ്ടത്. അത് ഞാൻ പറഞ്ഞു. ന്യായമല്ലാത്ത ബന്ധിച്ചതെല്ലാം, ന്യായമല്ലാതെ, അതാണ് അന്യായം, അതെല്ലാം നമ്മൾ അഴിക്കണം. ഉപവാസത്തിലിരിക്കുമ്പോഴേ അത് അഴിഞ്ഞു പോകും. അത് ഏത് രീതിയിലാണ് വന്നത് എന്ന് നമ്മൾ ആ സമയത്ത് ചിന്തിക്കണം. പല കാര്യങ്ങൾ നമ്മുടെ പാസ്റ്റായിട്ടുള്ള പല ശാപത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടേണ്ടപ്പോൾ എങ്ങനെയാണ് അതിൽ നിന്ന് നമുക്ക് വിമുഖത വരുന്നത്, അതിൽ നിന്ന് നമ്മൾ എങ്ങനെ ഡെലിവറൻസ് എടുക്കണമെന്നുള്ള ഒരു പ്രാർത്ഥനയെല്ലാം ഞാൻ ചെയ്തിരുന്നു. നിങ്ങൾ ആ എപ്പിസോഡ് വായിച്ചു വരുന്നു. ചെറുപ്പം മുതലേ വന്നു കയറിയിരിക്കുന്ന പല ബന്ധനങ്ങൾ, പല രീതിയിലുള്ള ബന്ധനങ്ങളുണ്ട്. നമ്മുടെ മാതാപിതാക്കളുടെ വാക്കുകളിൽ നിന്ന് വരെയും നമുക്ക് ബന്ധനങ്ങൾ വരാം. നമ്മൾ അറിഞ്ഞുപോലും അറിയാതെ പോലും നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരിക്കലും ശപിക്കരുത്. ആ ശാപം, നീ ഒന്നിനും കൊള്ളത്തില്ല, അല്ലെങ്കിൽ നീ ഒന്നും പഠിക്കത്തില്ല, മറ്റുള്ളവരൊക്കെ നല്ല മാർക്ക് വാങ്ങുന്നു, നീ മോശം മാർക്ക് വാങ്ങുന്നു, അതുകൊണ്ട് നീ ഒരു മരമണ്ടനാണ്, ഇങ്ങനെയൊക്കെയുള്ള വേണ്ടാത്ത രീതിയിലുള്ള ശാപഗ്രസ്തമായ വാക്കുകൾ നമ്മളിൽ നിന്ന് പുറപ്പെടരുത്. പിശാച് അതിനെല്ലാം തന്നെ ഒരു ഗേറ്റ് വേ ആയി മാറ്റിക്കൊണ്ട് അവരെ കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ, തലമുറകൾ, നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ദേഹത്ത് ഒക്കെയുള്ള ഈ കാര്യങ്ങൾ, പിശാചിൻ്റെ ഗേറ്റുകളെല്ലാം, ഈ അമിക്കയറുകളെല്ലാം നമ്മൾ പൊട്ടിച്ച് കളയണം. നുകത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക. അവിടെയും ഒരു സ്വാതന്ത്ര്യം പറയുന്നുണ്ട്. പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക. ഇന്ന് പല രീതിയിലുള്ള പീഡകൾ നമ്മളറിയാതെ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. പല രീതിയിലുള്ള പീഡകൾ. ഇപ്പം തന്നെ ഭവനത്തിൽ തന്നെ നേരത്തെയുള്ള കമ്മ്യൂണിറ്റിയിൽ, ഇപ്പം അത്രയും ഇല്ല, പുതിയ കമ്മ്യൂണിറ്റി, അമ്മായിയമ്മ മരുമോൾ പോര് ഒന്നും ഇല്ല, ഈ ന്യൂക്ലിയർ ഫാമിലി ആയതുകൊണ്ട്. അല്ലാത്തടത്ത് പോലും പല പോരുകളുണ്ട്. പല രീതിയിലുള്ള നുഖങ്ങൾ അല്ലെങ്കിൽ സ്വാതന്ത്ര്യമില്ലായ്മ ഇന്ന് ഭവനങ്ങളിലുണ്ട്. ഇവിടെ എല്ലാം തന്നെ ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ മാനസികമായിട്ട് നമ്മൾ ഷ്രിങ്ക് ചെയ്തു പോകാനായിട്ട് ഇടവരുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ അവരെ ദൈവത്തിങ്കിലേക്ക് നടത്താനും അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ശാപം ചുമന്നുകൊണ്ട് കിടക്കാനല്ല, അവരെ നമ്മൾ അതിൽ നിന്ന് റിലീസ് ചെയ്യണം. അതാണ് നമ്മൾ ആവശ്യം. നിൻ്റെ വാക്കുകൊണ്ടൊക്കെ എത്ര പേരെ കൊന്നു കാണും അല്ലേ? നീ മുടിഞ്ഞു പോകട്ടെ, നശിച്ചു പോകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ അതങ്ങനെയൊന്നും പറയാനായിട്ട് പാടില്ല. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഉള്ള കേസുകളുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അവരോട് ചെന്നിട്ട് ക്ഷമ ചോദിക്കണം. ഉപവാസത്തിൽ ഇരിക്കുമ്പോഴേ ഇതെല്ലാം ദൈവം നമുക്ക് കാണിച്ചു തരും. ദൈവസ്ഥനിൽ ഇരിക്കുമ്പോൾ ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് ദൈവം കാണിച്ചു തരും. അതാണ് ഇമ്പാർട്ടേഷൻ എന്ന് പറയുന്നത്. ദൈവം കാണിച്ചു തരുമ്പോൾ അതനുസരിച്ച് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം. എതിരാളിയെ ചീത്ത വിളിച്ചിട്ട് ഉപവസിച്ചിട്ട് യാതൊരു കാര്യമില്ല. ചീത്ത വിളിച്ചുകൊണ്ട് ഉപവസിച്ചുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. അതുകൊണ്ട് നേരത്തെ ദൈവത്തിൻ്റെ പ്രസൻസ് മരുഭൂമലയിലുണ്ടവർ ത്വക്ക് പ്രകാശിക്കുന്ന അനുഭവം, അതുപോലെ മോശയ്ക്ക് ത്വക്ക് പ്രകാശിക്കുന്ന അനുഭവം, അതാണ് നമ്മുടെ ഉപവാസത്തിൽ നമുക്കുണ്ടാവേണ്ടത്. പൗലോസ് റോമർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഐ വാണ്ട് ടു സീ യു, എനിക്ക് നിങ്ങളെ കാണാനായിട്ട് വലിയ ആഗ്രഹമുണ്ട്, ടു ഇമ്പാർട്ട് സം സ്പിരിച്വൽ ഗിഫ്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ചില ആത്മീയ വരങ്ങൾ നിങ്ങൾക്ക് തരാനായിട്ട്. അതെങ്ങനെയാണ് പൗലോസ് ആത്മീയ വരങ്ങൾ കൊടുക്കുന്നത്? ഇവിടെയാണ് ലീഡേഴ്സിൻ്റെയും പാസ്റ്റേഴ്സിൻ്റെയും ഒക്കെ റെസ്പോൺസിബിലിറ്റീസ്, മൂപ്പന്മാരുടെയൊക്കെ. നിങ്ങളുടെ സഭയിലെ നിങ്ങൾക്ക്, നിങ്ങളുടെ ആടുകൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രജകൾക്ക്, നിങ്ങൾ അവിടെ വരുന്ന ആരാധനയ്ക്ക് വരുന്നവർക്ക് നിങ്ങൾക്ക് വല്ല ആത്മീയ വരവും ഇമ്പാർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ? ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പാസ്റ്റേഴ്സിനോട് ചോദിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ എന്നെ വിളിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ പാസ്റ്ററോട് ഞാൻ പറയുകയാണ്, നമ്മുടെ സഭയിലുള്ള എത്ര വ്യക്തികളെ പേഴ്സണലായിട്ട് നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ ഡെയിലിയുള്ള പ്രാർത്ഥനയിൽ.
നമ്മുടെ ഉപവാസ പ്രാർത്ഥനകളിൽ സഭയിൽ വരുന്ന ഓരോരുത്തരെ ഓർത്ത് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു വർഷം നിങ്ങൾ പ്രാർത്ഥിക്കുകയും അടുത്ത വർഷം നിങ്ങൾ ഇരട്ടി ആളുകൾ ആ സഭയെ കാണും. വേണമെങ്കിൽ ഇന്നത്തെ ഡേറ്റ് വെച്ച് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വെച്ചു. അത് ചെയ്താൽ അതങ്ങനെ വരും. ഒരു പ്രാർത്ഥനയും വേസ്റ്റ് ആവത്തില്ല. പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ 3-4 എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥന അവിടെയാണ് ഡെലിവറൻസ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോഴേ നമ്മുടെ വാക്കുകൾ സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ശാപം വലിച്ചു കയറ്റരുത് എന്ന് നമ്മൾ മറന്നുപോകും. അവിടെ നമ്മുടെ ശാപം നമ്മൾ വലിച്ചു കയറ്റി എതിരാളിയെ ചീത്ത വിളിച്ചിട്ട് ഉപവസിച്ചാൽ ദൈവം പ്രസാദിക്കുകയില്ല. ഹനോക്കിനെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഹനോക്കിൻ്റെ സംവത്സരം 375 സംവത്സരമായിരുന്നു. 300 വർഷം ദൈവത്തോടു കൂടെ നടന്നു. അവിടെ എന്തോ ചെയ്ത് ദൈവം അവനെ എടുത്തുകൊണ്ട് പോയി. ദൈവത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഹനോക്കിനെ. അതുകൊണ്ടാണ് ദൈവം എടുത്തുകൊണ്ട് പോയി. ദൈവത്തിൻ്റെ പ്രസൻസിൽ ഇരിക്കുന്നവരെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് 365 ദിവസം ഉപവസിക്കാൻ പറ്റുമെങ്കിൽ ഉപവസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അത് കാരണം മനുഷ്യരെ കൊണ്ട് അസാധ്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. 365 ദിവസം ഭക്ഷണം കഴിക്കാമെന്ന് ഇരിക്കാൻ പറ്റില്ല. എന്നാൽ നിങ്ങൾക്ക് എപ്പോഴൊക്കെ അവസരം കിട്ടുന്നോ, എപ്പോഴൊക്കെ സമയം കിട്ടുന്നോ, ആ സമയത്തൊക്കെയും ദൈവസന്നിധിയിലിരിക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ ദൈവത്തിന് നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ ആ വലിയ മഹത്വം, ആ തേജസ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണാം. ബൈബിളിൽ ചില ഉപവാസങ്ങളെ സ്പെസിഫിക്കായിട്ട് എടുത്ത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഈ ഒരു എപ്പിസോഡിൽ നമുക്കത് പറഞ്ഞു തീർക്കാം എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ പോകും. എസ്രാ 8:21-22 വാക്യങ്ങൾ. അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിനും ഞാൻ അവിടെ അഹവ ആറ്റിൻ്റെ അരികെ വെച്ചൊരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ അവനെ അന്വേഷിക്കുന്നവർക്ക് ഏവർക്കും അനുകൂലമായും അവനെ ഉപേക്ഷിക്കുന്നവർക്കും പ്രതികൂലമായിരിക്കുന്നുവെന്ന് ഞങ്ങൾ രാജാവിനോട് പറഞ്ഞിരുന്നതുകൊണ്ട് വഴിയിൽ ശത്രുവിൻ്റെ നേരെ ഞങ്ങൾക്ക് തുണയായിരിക്കേണ്ടതിന് പടയാളികളെയും കുതിരച്ചേവരെയും രാജാവിനോട് ചോദിപ്പാൻ ഞാൻ ലജ്ജിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉപവസിച്ച് ദൈവത്തോട് അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു. അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണുന്നത് എസ്രാ പുരോഹിതൻ ഉപവാസം ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്, ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. അതിനകത്ത് 3 കാര്യങ്ങൾ ഇതിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാനത് എടുത്തു പറയുന്നത്. ഒന്ന്, ഞങ്ങളെ തന്നെ താഴ്ത്തുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തുക. അടുത്ത വർഷിപ്പിൻ്റെ ഒരു ഡെലിവറൻസിൻ്റെ ഒരു ടൂൾസായിട്ട് വർഷിപ്പ് വരുന്നുണ്ട്. അന്നേരം അതിനകത്ത് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറയാം. ഞങ്ങളെ തന്നെ താഴ്ത്തുക, ഹംബിൾ ചെയ്യുക, കുറേ കൂടെ പൊടിയോളം താഴ്ത്തുക. ദൈവത്തെ ഉയർത്തുക. നമ്മളെ താഴ്ത്തുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഉയർത്തുക. ഇവിടെ ഞങ്ങളെ തന്നെ താഴ്ത്തുക. 2, ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ഒരു ശുഭയാത്ര. ഏകദേശം അവിടെ നിന്ന് 900 കിലോമീറ്റർ യാത്ര ചെയ്യാൻ പോവുകയാണ്. പല എതിർപ്പുകൾ വരാം. അതുകൊണ്ട് ദൈവം അനുകൂലമായി യാത്ര സുഖമാക്കി തരണം. അതിനുവേണ്ടിയാണ് അവരെ ഉപവാസം ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്നത്. ഇന്ന് ഇതൊരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇസ്രായേൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. സ്വന്തമായിട്ടുള്ളൊരു കാര്യമല്ല. ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമല്ല. ഇസ്രായേൽ മക്കളെ അവിടെ നിന്ന് തിരിച്ച് യെരുശലേമിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി ചെയ്യുന്ന കാര്യമാണ് എസ്രാ പുരോഹിതൻ. ഞങ്ങൾ പോകുമ്പോൾ വലിയ തടസ്സക്കാരിടയിൽ കാണും. ഞങ്ങളുടെ സമ്പത്തുണ്ട്, ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളുണ്ട്. എന്നാൽ ഇതൊക്കെ അതുപോലെ തന്നെ രാജാവിനോട് ചോദിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനൊക്കെ ഒരു ഷൈനസ് ഉണ്ട്. അതെല്ലാം ഞങ്ങൾക്ക് അനുകൂലമായി വരണം. ചോദിപ്പാൻ ലജ്ജിച്ചിരുന്നു. അതൊക്കെ ഞങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരണം.
അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു, അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. ഉപവസിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കും എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അതായത് ഈ ദൈവ പ്രാർത്ഥന എങ്ങനെ കേൾക്കുന്നതെന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞാണ്. പ്രാർത്ഥനയുടെ ഉത്തരം വരുന്നത് ദൈവവചനത്തിലൂടെയോ വെളിപ്പാടിലൂടെയോ സ്വപ്നത്തിലൂടെയോ ഒക്കെ ദൈവം സംസാരിക്കും. നമ്മൾ ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മളൊന്നും അങ്ങോട്ട് പറയണ്ട, ദൈവം നമ്മളോടെല്ലാം ഇങ്ങോട്ട് പറയും. അതുപോലെ നമ്മൾ മുമ്പിലുള്ള പല കാര്യങ്ങളും തടസ്സങ്ങളുണ്ട്. നമുക്കറിയാം, ജീവിത യാത്ര തന്നെ എപ്പോഴും ഒരു സ്മൂത്തായിട്ടുള്ള യാത്രയല്ല. ഒരാളുടെയും ജീവിതം സ്മൂത്തായിട്ടുള്ള യാത്രയല്ല. അംബാനി ആയാലും അഡാനി ആയാലും ഒരു പാവപ്പെട്ടവനായാലും ആരായാലും അവരുടെ മുമ്പോട്ടുള്ള യാത്ര നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര സ്മൂത്തല്ല. ഒരുപാട് തടസ്സങ്ങൾ കാണും. കാരണം അവരുടെ ലെവലിലുള്ള തടസ്സങ്ങളും പാവപ്പെട്ടവരുടെ ലെവലിലുള്ള തടസ്സങ്ങളും രണ്ട് രീതിയിലായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ആരായാൽ തന്നെയും അവർ ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും അനുകൂലമാക്കി തരുന്ന ഒരു ദൈവത്തെയാണ് ഇവിടെയും കാണുന്നത്. അതുകൊണ്ട് ചില കാര്യങ്ങൾ എൻ്റെ പ്രിയ ശ്രോതാക്കളോട് ഞാൻ പറയുകയാണ്, സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ചില കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ്. വിശ്വാസം ഉണ്ടെങ്കിൽ അതിന് താഴെ ഒരു ആമീൻ അടിക്കുക. നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ ഒരു ആമീൻ പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു തംസപ്പ് ഇടുക. ഇന്ന് ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ്. എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഉപവസിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിൽ കൂടി നടക്കാൻ പോവുകയാണ്. ലൂക്കോസ് 2:37 ആലയം വിട്ടുപിരിയാതെ, ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും രാവും പകലും ആരാധന ചെയ്തു പോയ ഒരു വിധവയെക്കുറിച്ച് പറയുന്നുണ്ട്. അതാണ് ആശേർ ഗോത്രത്തിൽ ഫനുവേലിൻ്റെ മകളായ ഹന്ന. അവൾ എപ്പോഴും ആരാധിച്ചുകൊണ്ടിരുന്നു, ഉപവസിച്ചുകൊണ്ടിരുന്നു. ശിമിയോനോടുള്ള വെളിപ്പാട് അവൾക്കും കിട്ടി. ലൂക്കോസ് 2-ാം അധ്യായത്തിൽ ശിമിയോൻ എന്ന് പേരുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പ് മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിൽ അരുളപ്പാടുണ്ടായി. ആർക്കാണ് ഉണ്ടായത്? ശിമിയോനാണ് ഉണ്ടായത്. എന്നാൽ ഈ ഹന്ന എന്ന പ്രവാചകി അവിടെ ആലയത്തിലുണ്ടായിരുന്നത് കൊണ്ട് അവൾക്കും ആ നിയോഗം കിട്ടി. എന്താണ്? യേശുവിനെ കാണുവാനായി. ആ നാഴികയിൽ അവളും അടുത്തുനിന്ന് ദൈവത്തെ സ്തുതിച്ചു. യെരുശലേമിൻ്റെ വീണ്ടെടുപ്പ് കാത്തിരുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് പ്രസ്താവിച്ചു. ഉപവാസത്തോടെയും പ്രാർത്ഥനയോടെയും ദൈവത്തിൻ്റെ പ്രസൻസിലിരിക്കും. ആ സമയത്ത് ദൈവത്തിൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത് യെരുശലേം ടെമ്പിളിലായിരുന്നല്ലോ. ദൈവത്തിൻ്റെ പ്രസൻസിലിരിക്കുമ്പോഴാണ് എന്താ സംഭവിക്കുന്നത്? അവിടെ നമുക്ക് നിയോഗമുണ്ടാകുന്നത്, നമുക്ക് വെളിപ്പാടുകൾ ഉണ്ടാകുന്നത്, ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ചിന്തിക്കാത്ത പോലുമുള്ള കാര്യങ്ങൾ ദൈവം നമുക്ക് നടത്തി തരുന്നു. വേറൊരു വാക്യം പുതിയ നിയമത്തിൽ നിന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 13:2 അവർ കർത്താവിനെ ആരാധിച്ച് ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഇതും നോക്കിയേ, അവർ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുക. അന്ത്യോക്യ സഭയിൽ ഉള്ളവർ ഇരുന്ന് അവർ ആരാധിക്കുകയും ഉപവസിക്കുകയും ചെയ്യുകയാണ്. ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇനിസിയേഷൻ അല്ലെങ്കിൽ ഒരു കൺഫർമേഷൻ അവർക്ക് കൊടുക്കുന്നത്. എന്തിനാണ്? ബർന്നബാസിനെയും ശൗലിനെയും വേലയ്ക്കായിട്ട് സെഗ്രിഗേറ്റ് ചെയ്യാനായിട്ട്. ഇതെല്ലാം തന്നെ ഉപവാസത്തിലാണ്. അന്നേരം ശുശ്രൂഷയ്ക്ക് ആളിനെ വേർതിരിക്കുന്ന ഉപവാസത്തിലാണ്. ഒരു വാക്യം കൂടെ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 14:23 അവർ സഭ തോറും അവർക്ക് മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവിങ്കിൽ അവരെ ഫലമേൽപ്പിക്കുകയും ചെയ്തു. സഭയിലെ മൂപ്പന്മാരെ നിയമിക്കുമ്പോഴും ഉപവസിച്ചും പ്രാർത്ഥിച്ചും ആണ് തീരുമാനിക്കുന്നത്. അപ്പോഴും ഉപവാസവും പ്രാർത്ഥനയും എപ്പോഴും ഒരു കോയിനാണ്. ഒരു കോയിൻ്റെ 2 സൈഡായിട്ട് വരാം. നേരത്തെ ഇതുപോലെ പറഞ്ഞാണ്, ഫോർഗീവ്നെസ്സിൻ്റെ കാര്യവും റിപ്പൻറ്റൻസിൻ്റെ കാര്യവും പറഞ്ഞാണ്. ഒരു കോയിൻ്റെ 2 സൈഡെന്ന് പറഞ്ഞ പോലെ ഉപവാസവും പ്രാർത്ഥനയും ഇതുപോലെ ഒരു കോയിൻ്റെ 2 സൈഡാണ്. അവിടെ വലിയ ഡെലിവറൻസ് വരുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് ഞാൻ ഉപവാസത്തെക്കുറിച്ച് ഇനിയും അധികം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല.
3 എപ്പിസോഡിലായിട്ട് ഞാൻ ഉപവാസത്തെക്കുറിച്ച് പറഞ്ഞു. ഉപവാസം എന്ന് പറയുന്നത് ദൈവവുമായിട്ടിരിക്കുന്ന സമയമാണ്, അവനോട് ചേർന്ന് വസിക്കുന്നതാണ് ഉപവാസം എന്ന് പറയുന്നത്. അവിടെ വെച്ച് ഹാർട്ട് പകരുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ഹൃദയം നമ്മളിലോട്ട് പകരുമ്പോൾ നമ്മൾ മനുഷ്യൻ്റെ ലെവലിൽ നിന്ന് ഡിവൈൻ ലെവലിൽ ഓരോ ലെവൽ ഉയരുന്നതായിട്ട് കാണാം. ഓരോ ഉപവാസത്തിലും നിങ്ങൾ ഓരോ ലെവൽ ഉയരുന്ന കാണും. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജഡത്തിലെ കന്മഷങ്ങൾ മാറിപ്പോകുന്നത് കൊണ്ടും പൈശാചിക ശക്തികളുടെ പ്രവർത്തനം നിങ്ങളുടെ ജീവിതത്തിൽ ഫലവത്താകാതെ ഇരിക്കുകയും ചെയ്യുന്നത് ഉപവാസത്തിൽ കൂടിയാണ്. യേശുക്രിസ്തു അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഉപവാസത്താലും പ്രാർത്ഥനയിലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോവുകയില്ല. എന്നെ കേൾക്കുന്ന ശുശ്രൂഷന്മാരായാലും പാസ്റ്റർമാരായാലും സാധാരണ ജനങ്ങളായാലും വിശ്വാസികളായാലും ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമ്മൾ ഉപവസിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോഴേ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ നിറയുക മാത്രമല്ല ചെയ്യുന്നത്, ദൈവത്തിൻ്റെ ശക്തിയിൽ നമ്മൾ നിറയുകയും നമ്മൾ ഓരോ പടി ദൈവം നമ്മളെ ഉയർത്തിക്കൊണ്ട് പോവുകയും ചെയ്യുന്നതായിട്ട് കാണാം. അത് നമ്മൾ വെറുതെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ അത്രയും ആവത്തില്ല. ഉപവാസമാകുമ്പോഴേ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് വെളിപ്പെട്ട് വരികയാണ്. ദൈവം പല കാര്യങ്ങളും ഇങ്ങോട്ട് പറയുകയാണ്. നമ്മൾ അങ്ങോട്ടൊന്നും ചോദിക്കുകയല്ല, അവൻ്റെ പ്രസൻസിൽ അവൻ ഇങ്ങോട്ട് തരികയാണ്. മോശയ്ക്കൊരു എഴുത്ത് കൊടുത്ത ഒരു കൽപ്പലകയിൽ എഴുതി കൊടുത്തെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ പലകയിൽ നമ്മുടെ മനസ്സിലോട്ട് ദൈവം പല കാര്യങ്ങളും ഇങ്ങോട്ട് തരികയാണ്. അപ്പോൾ പുറത്ത് നിന്ന് നമ്മുടെ കാർണൽ മാനായിട്ടുള്ള നമ്മുടെ ശരീരത്തിലോട്ട് പിശാച് കുത്തിവെക്കുന്ന പല കാര്യങ്ങളും അതെല്ലാം ഒന്നും ഒരു ശക്തിയുമില്ലാതെ അങ്ങ് മാറിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് വരും. നിങ്ങൾ ഓരോ ലെവൽ കൂടുന്നതായിട്ട് കാണാം. നിങ്ങളുടെ എല്ലാ അമിക്കയറുകളും പൊട്ടിപ്പോകുന്നതായിട്ട് കാണാം. പിശാച് കെട്ടിവെച്ചിരിക്കുന്ന പലതും റിലീസ് ചെയ്യുന്ന കാണാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ജീവിതമായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് തീരുമാനിക്കുക, ഞാനൊന്ന് ഉപവസിക്കും, ദൈവസന്നിധിയിൽ ഞാനിരുന്നൊന്ന് പ്രാർത്ഥിക്കും, ദൈവം എന്നെ വിടുവിക്കും, എന്നെ ദൈവം ഈ മേഖലയിൽ നിന്നെല്ലാം വിടുവിക്കും. എൻ്റെ ഉള്ളിൽ കിടക്കുന്ന പല കാര്യങ്ങളുണ്ട്, എന്നോട് പല ശാപങ്ങൾ ഞാൻ വഹിക്കുന്നുണ്ട്, പലരോടും ഞാൻ ദ്വേഷവാക്കുകൾ പറഞ്ഞിട്ടുണ്ട്, പലരെയും ഞാൻ വേണ്ടാത്ത രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതെല്ലാം ദൈവം മായ്ച്ചു കളയും. അവരോടെല്ലാം ഒന്ന് ക്ഷമ ചോദിച്ചുകൊണ്ട് ആ ശാപത്തിൽ നിന്നെല്ലാം ഒരു വിടുതൽ വാങ്ങിച്ച് പ്രകാശിക്കുന്ന ദൈവ സാന്നിധ്യത്തിൽ നിങ്ങളൊന്നിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് വലിയൊരു റിലീസ് നിങ്ങളുടെ ജീവിതങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ തലമുറകളിൽ വന്നു ചേരും, നിങ്ങളുടെ ഭവനത്തിൽ വന്നു ചേരും. കഴിഞ്ഞ ദിവസം ഞാൻ സ്പെസിഫിക്കായിട്ട് പ്രാർത്ഥിച്ചാണ് ഒരു വ്യക്തിക്ക് വേണ്ടി. അവരുടെ കുടുംബത്തിലെ അവരുടെ മാതാവും പിതാവും ബാക്കിയുള്ളവരൊന്നും ഇതുവരെയും കർത്താവിനെ അറിഞ്ഞിട്ടില്ല. അറിയാത്തതുകൊണ്ട് അവരുടെ ജീവിതത്തിലെ പല തീരുമാനങ്ങളും എടുക്കാൻ പറ്റാതെ ഇരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ്. നിങ്ങളൊന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുമോ, ദൈവം അവിടെ വലിയ റിലീസ് നിങ്ങളുടെ ജീവിതത്തിൽ തരുമെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് പ്രാർത്ഥനയിൽ ദൈവം വെളിപ്പെടുത്തിയ കാര്യമാണ്. ഇന്നും അതുപോലെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഉപവാസത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന, അറ്റ്ലീസ്റ്റ് സ്റ്റേബിളായിട്ട് ഏതെങ്കിലും ശുശ്രൂഷകൾ ഇൻവോൾവ് ചെയ്യാൻ താല്പര്യമുള്ളവരെ, അല്ലെങ്കിൽ ഒരു ലെവൽ കൂടി ദൈവം ഉയർത്താനായിട്ട് ആഗ്രഹിക്കുന്നവരെ, അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതത്തിലെ ശക്തിയില്ലാന്ന് ചിന്തിക്കുന്നവരെ, അല്ലെങ്കിൽ ഞാൻ പലയിടത്തും കെട്ടപ്പെട്ടിരിക്കുന്നു ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളി ശനി ഞായർ 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഉപവസിച്ചൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. നിങ്ങൾക്കറിയാം വലിയ ഒരു മേഖലകളിലേക്ക് ദൈവം നിങ്ങളെ ഉയർത്തിക്കൊണ്ട് പോകുന്നതായിട്ട് കാണാം. ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഉപവാസത്തെക്കുറിച്ചുള്ള നോട്ടുകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും ബാക്കിയുള്ളത് നമ്മൾ പല ഡെലിവറൻസ് മെസ്സേജസ് ഉണ്ട്. ആ സമയങ്ങളിൽ ഞാനത് പറയാം. നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട 7-8 പോയിൻറ്റ്സുകൾ ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ച പോയിൻറ്റുകളുണ്ടല്ലോ. ആദ്യം ദ പവർ ഓഫ് സാൽവേഷൻ പറഞ്ഞു, ദ പവർ ഓഫ് ദ ബ്ലഡ്, ദൈവത്തിൻ്റെ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി പറഞ്ഞു, ദ പവർ ഓഫ് ദ വേർഡ്, ദൈവവചനത്തിലുള്ള പവറിനെ കുറിച്ച് പറഞ്ഞു, ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് പവറിനെക്കുറിച്ച് പറഞ്ഞു, ദ പവർ ഓഫ് പ്രയറിൻ്റെ ശക്തിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു, ദ പവർ ഓഫ് ദിസ് ഫാസ്റ്റിംഗ്, ഉപവാസത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം ഡെലിവറൻസിന് ആവശ്യമാണ്. ഈ ലെവലെല്ലാം ഡെലിവറൻസിന് ആവശ്യമാണ്. നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളെ ഓരോ പോയിൻ്റ് ബൈ പോയിൻ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുന്ന, നിങ്ങളെ ഇതുവരെയും ഒരു മെസ്സേജ് പോലും ഇതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഡെലിവറൻസ്. ഇതെല്ലാം ആവശ്യമാണ്. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളിങ്ങനെ ഒരു വേഗമായിട്ട് പലതും കേട്ടു പോകുന്നതേ ഉള്ളൂ. ചില മെസ്സേജുകൾ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞു തരികയാണ്. അതുകൊണ്ട്
ഉപവാസത്തിൽ നിങ്ങൾ ഈ ദിവസങ്ങൾ തീരുമാനിക്കണം, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉപവസിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വലിയ ഡെലിവറൻസ് ഈ ദിവസങ്ങൾ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉപവാസത്തിന് വേണ്ടി നിൽപ്പാനായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നീ അനുഗ്രഹിക്കാൻ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അതിന് ഹൃദയത്തിൽ താല്പര്യമെടുത്ത് ഉപവസിപ്പാനായിട്ട് സഹായിക്കണമേ. ഇന്ന് രോഗികളായിരിക്കുന്നവരെ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിലെല്ലാം ആകമാനം വെള്ളപ്പാണ്ട് പോലെ വന്നിരിക്കുന്ന ചില വ്യക്തികളെ ഇത് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവമേ, നീ വലിയൊരു വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചിലയിടത്തൊക്കെ ചില പാണ്ടുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ആ ത്വക്ക് രോഗം എല്ലാം മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഡീകളറൈസേഷനൊക്കെ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ശരീരത്തിലെല്ലാം തന്നെ പരുക്കളായിട്ട് നിറയുകയും അലർജിക്കായിട്ടുള്ള കർത്താവെ സോറിയാസിസ് വന്നിരിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ യേശു എന്ന് വിടുവിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ റിലീസ് കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, വിദേശത്ത് പഠിക്കുകയും അവിടെ വിസ ഇല്ലാതെ പ്രയാസപ്പെടുകയും തിരിച്ചു വരികയൊക്കെ ചെയ്യാനായിട്ട് ചില വ്യക്തികൾ ഇരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് വലിയൊരു വിടുതൽ നീ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പേരൻസൊക്കെ നാട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മക്കൾക്ക് അവിടുത്തെ വിസയൊക്കെ ശരിയായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് പ്രയാസത്തിൽ കൂടി ഭവനങ്ങൾ കടന്നു പോകുന്നല്ലോ. നിൻ്റെ സമാധാനം നീ അയക്കണമേ, നിൻ്റെ കൃപ നീ അയക്കണമേ, നിൻ്റെ ശക്തി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലെ അടിസ്ഥിതമായി ദൈവസന്നിധിയിൽ ഉപവാസത്തോട് പ്രാർത്ഥനയോടുകൂടി ഇതിൽ ജയമെടുക്കുവാനായി പ്രിയപ്പെട്ടവരെ ഇടവരുത്താൻ സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെല്ലാം നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർമാനമായി ഇത് വാച്ച് ചെയ്യണം. നമ്മൾ ഇനി അടുത്ത എപ്പിസോഡ് അടുത്ത് പറയുന്ന പവർ ഓഫ് വർഷിപ്പ് എന്നുള്ളതാണ്. ആരാധനയുടെ ശക്തിയെക്കുറിച്ചാണ് ഇനിയും പറയുന്നത്. അടുത്ത എപ്പിസോഡ് 3-4 എപ്പിസോഡുകളിൽ അതിനെക്കുറിച്ച് പറയും. നമ്മൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ജനറലായിട്ട് പറയുന്നത്. ഈ ഓരോ എപ്പിസോഡുകളും നമ്മുടെ ജീവിതങ്ങളിൽ ഓരോ ഡെലിവറൻസിൻ്റെ ഓരോ ടൂളുകളാണ്. എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിലെ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടാകും. നിങ്ങൾ ദയവായിട്ട് നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് അയയ്ക്കുക. ദൈവം ഏത് രീതിയിൽ ഇടപെട്ടു എന്നുള്ളത് നിങ്ങൾ അറിയിച്ചാൽ സന്തോഷത്തിനും സ്തോത്രത്തിനും കാരണമായി തീരും. ഇന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും 9:30 മണിക്ക് നിങ്ങളുടെ ഡിവൈസിൽ ഇത് വരുന്നതാണ്. റെഗുലറായിട്ട് മറക്കാതെ കാണുക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.